ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് യൂണിവേഴ്സ് കാർഡ്സിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ? അതിന് മുന്നേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഹീലാവണം കേട്ടോ. പ്രത്യേകം പറയുകയാണ്, എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് യൂണിവേഴ്സിന് സമർപ്പിച്ചിട്ട് ഹീലാവുക. ഒത്തിരി പേർക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അവർ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു എന്ന് എനിക്ക് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് റീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഈ റീഡിങ് ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡായിട്ട് തുടങ്ങും കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കാണാനും ശ്രമിക്കൂ. നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. ഈ സിറ്റുവേഷനാണ് കേട്ടോ. ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ അവർ കുറച്ച് വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്ക് നിങ്ങളോട് സോറിയൊക്കെ പറയണമെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയിട്ട് ഒന്ന് സമാധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇരിക്കണമെന്നൊന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ്സിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ള കാര്യം മാത്രമാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. പോയാലോ? ഫസ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് റിഗ്രറ്റ് കാർഡാണ്. അവർ പറയാണ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ ഞാനും നീയും തമ്മിൽ ഇന്ന് മിണ്ടാതിരിക്കുന്നൊരു സിറ്റുവേഷൻ വന്നത്, നീയും ഞാൻ ഒത്തിരി വിഷമിക്കുന്നൊരു സിറ്റുവേഷൻ വന്നത്. എനിക്ക് എന്തെന്നില്ലാത്ത ശൂന്യതയാണ് അനുഭവപ്പെടുന്നത്. എന്നെ ഒത്തിരി സമ്മർദ്ദത്തിലാഴ്ത്തുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. സംഭവിച്ചു പോയി എന്ന് ഒത്തിരി വിഷമിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ? ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായി. എനിക്കതൊക്കെ മിസ് ചെയ്തു പോയി. ഞാൻ വളരെയേറെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്നത്. എനിക്കറിയുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഓടിയെത്തുന്നത് നിന്നിലേക്കായിരുന്നു. എല്ലാം നിന്നോടായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. എന്നാൽ എനിക്കിപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് ഒരാളില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന നീ ഇന്ന് എന്നിൽ നിന്ന് എത്രയോ ദൂരെയാണ്. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി വിഷമിക്കുന്ന എനർജിയാണ് ഈ 4 കാർഡ്സിലും കാണിക്കുന്നത്. നല്ല കാര്യങ്ങളൊക്കെ അവർ ഇപ്പം മിസ് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊക്കെ ഒരു കുഴപ്പത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും നിന്നിലേക്ക് എത്തണം എന്നാണ് ഈ കാർഡ്സ് എല്ലാം പറയുന്നത്. മനസ്സിലായോ? എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് ഞാൻ നിന്നിലേക്ക് എത്തുമെന്നാണ് അടുത്ത കാർഡ്സ് പറയുന്നത്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിന്റെ സ്ഥാനത്ത്, നിന്റെ പ്ലേസിൽ ഒരാളെ എനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റില്ല. നിന്നെ സ്നേഹിക്കുന്ന പോലെ എനിക്ക് വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അത് തിരിച്ചറിവുണ്ടാക്കി തന്നത് നീ തന്നെയാണ്. ഈ നോ കോൺടാക്ട് സിറ്റുവേഷനാണ് യൂണിവേഴ്സായിട്ടും നീ ആയിട്ടും നിന്നിലേക്ക് എന്നെ എത്രമാത്രം അടുപ്പിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യമൊക്കെ ഞാൻ അത്ര മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും നിന്നിലെ പ്രണയം ഞാൻ തിരിച്ചറിയുകയായിരുന്നു. നിന്റെ സ്ഥാനത്ത് ഞാൻ വേറെ ആരും സങ്കല്പിക്കാനായിട്ട് എനിക്ക് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. നീ എന്നിലേക്ക് വന്നാലാണ് അത് പൂർണ്ണതയിലെത്തുള്ളൂ. ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിൽ നിന്നും എനിക്കൊരു റിലാക്സ് കിട്ടണമെങ്കിൽ നീ എൻ്റെ അരികിലേക്ക് വരണം. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും ഞാൻ നിന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. അടുത്ത കാർഡ് എന്താ? അവർ ലവ് ഈസ് ഓൾവേസ് ദ ഡെസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്.
എത്ര ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മുടെ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. എത്ര കാലങ്ങളായാലും എൻ്റെ അവസാനം വരെയും എൻ്റെ കൂടെ നീ ഉണ്ടാവും. ഇത്ര ഡിസ്റ്റൻസിലാണ് ഉണ്ടെങ്കിലും നമ്മളിന്ന് ഇത്ര കണ്ട് ഡിസ്റ്റൻസിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുണ്ടാവില്ല, അബ്രോഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കാണാൻ അറിയാത്തായിരിക്കണം. എന്നിട്ട് പോലും ഞാൻ ചിന്തിക്കുകയാണ്, നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലനിൽക്കുന്നതാണ്. പ്യുവറായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഇന്നത്തെ അവരുടെ ചിന്തയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവരൊത്തിരി രാവിലെ തൊട്ട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവരൊത്തിരി ടെൻഷനാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. നിങ്ങൾ അവരിൽ നിന്ന് പോയാലോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിരുന്നു കാണിച്ചത്. അവരൊത്തിരി സ്വപ്നങ്ങളൊക്കെ കണ്ടു, പേടിക്കുന്ന നിരാശപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എത്തണം എന്ന ചിന്തയായിരുന്നു അവർക്ക്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാർഡ്സിലൂടെ നോക്കിയത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂവേഴ്സിനും അവരുടെ ലൈഫിൽ ഇത് റെസനേറ്റ് ആവുകയാണെങ്കിൽ സ്വീകരിക്കുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള റീഡിംഗ് ആണിത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കൂ, മാനിഫെസ്റ്റ് ചെയ്യൂ. മോർണിംഗ് 3 to 3:15 ആ സമയത്ത് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളിലുള്ള എല്ലാ വിഷമങ്ങളും ഹീലായി പോകാനായിട്ട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ നിങ്ങളിലേക്കും എല്ലാ പോസിറ്റീവ് ചിന്തകളും വരുവാനായിട്ട് പ്രാർത്ഥിക്കൂ. എങ്കിൽ അധികം വൈകാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നത്തെയും പോലെ ഇന്നും ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.